ന്യൂസ് ലൈവ് കൊച്ചിയിലേക്ക് സ്വാഗതം. ഈ വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് ലിയോടെക് സോളാർ സൊല്യൂഷൻസ് പവേർഡ് ബൈ മൈൽ ഫുഡ് സ്റ്റഫ്സ് മൂക്കന്നൂർ, ഗ്രാസിയ ടൂർസ് ആൻഡ് ട്രാവൽസ് നിയർ കൊച്ചിൻ എയർപോർട്ട് ആൻഡ് കൊച്ചിൻ കലാഭവൻ അങ്കമാലി ഫ്രാഞ്ചൈസ്. ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് വേണ്ടി ദേവസ്വം പ്രസിഡന്റായിരുന്ന പത്മകുമാറിനൊപ്പം വിജയകുമാറും ഗൂഢാലോചന നടത്തി. രേഖകളിൽ കൃത്രിമം നടത്തിയെന്ന് SIT. ശബരിമല സ്വർണ്ണക്കൊള്ളയിൽ N. വിജയകുമാർ റിമാൻഡിൽ. ഈ മാസം 12 വരെയാണ് റിമാൻഡ് ചെയ്തത്. ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് വേണ്ടി ബോർഡ് പ്രസിഡന്റായിരുന്ന പത്മകുമാറിനൊപ്പം വിജയകുമാറും ഗൂഢാലോചന നടത്തിയെന്ന് റിമാൻഡ് റിപ്പോർട്ട്. ബോർഡിന് നഷ്ടമുണ്ടാക്കുവാനായി പ്രതികൾ സഹകരിച്ചു. രേഖകളിൽ കൃത്രിമം നടത്തിയെന്നും ബോർഡിന് നഷ്ടമുണ്ടാക്കുവാനായി പ്രതികൾ സഹകരിച്ചുവെന്നും അന്വേഷണ സംഘം കണ്ടെത്തി. അതേസമയം വിജയകുമാറിനെ കോടതി 14 ദിവസത്തേക്ക് റിമാൻഡ് ചെയ്തു. തിരുവനന്തപുരം പ്രത്യേക വിജിലൻസ് കോടതിയാണ് പ്രതിയെ റിമാൻഡ് ചെയ്തത്. വിജയകുമാർ സമർപ്പിച്ച ജാമ്യാപേക്ഷ ഈ മാസം 31 പരിഗണിക്കും. സേവ് ബോക്സ് ആപ്പ് തട്ടിപ്പ് കേസ്. ജയസൂര്യയെ ചോദ്യം ചെയ്ത് വിട്ടയച്ചു. ഭാര്യ സരിതയുടെയും മൊഴിയെടുത്തു. സേവ് ബോക്സ് നിക്ഷേപ തട്ടിപ്പ് കേസുമായി ബന്ധപ്പെട്ട് നടൻ ജയസൂര്യയെ ചോദ്യം ചെയ്ത് വിട്ടയച്ചു. ജയസൂര്യയുടെ ഭാര്യ സരിതയുടെയും മൊഴിയെടുത്തു. കൊച്ചി ED ഓഫീസിലായിരുന്നു ചോദ്യം ചെയ്യൽ. രാവിലെ 11 മണിക്ക് ആരംഭിച്ച ചോദ്യം ചെയ്യൽ വൈകിട്ട് 5 മണിവരെ നീണ്ടു. കേസിൽ 2ാം തവണയാണ് ജയസൂര്യയെ ചോദ്യം ചെയ്യുന്നത്. ഈ മാസം 24-നും ചോദ്യം ചെയ്തിരുന്നു. സേവ് ബോക്സ് ആപ്പിന്റെ ബ്രാൻഡ് അംബാസഡർ ആക്കുവാൻ ജയസൂര്യ കരാർ ഒപ്പിട്ടിരുന്നു എന്നാണ് EDയുടെ കണ്ടെത്തൽ. ഓൺലൈൻ ലേല ആപ്പിന്റെ പേരിൽ തട്ടിപ്പ് നടത്തിയെന്ന പരാതിയിൽ തൃശൂർ ഈസ്റ്റ് പോലീസ് രജിസ്റ്റർ ചെയ്ത കേസിന്റെ തുടർച്ചയായാണ് നടപടി. സേവ് ബോക്സ് നിക്ഷേപ തട്ടിപ്പ് കേസിൽ 2023 ജനുവരിയിൽ സ്ഥാപന ഉടമയും മുഖ്യ പ്രതിയുമായ സ്വാതിക് റഹീമിനെ അറസ്റ്റ് ചെയ്തിരുന്നു. ഡ്രോണുകൾ മുതൽ റഡാറുകൾ വരെ 79,000 കോടിയുടെ പ്രതിരോധ ഇടപാടുകൾക്ക് അനുമതി. 79,000 കോടി രൂപയുടെ പ്രതിരോധ ഇടപാടുകൾക്ക് അനുമതി. പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗിന്റെ അധ്യക്ഷതയിൽ ചേർന്ന ഡിഫൻസ് അക്വിസിഷൻ കൌൺസിലാണ് അനുമതി നൽകിയത്. 3 സേനാ വിഭാഗങ്ങളുടെയും നവീകരണവും സാങ്കേതിക ശക്തീകരണവും ലക്ഷ്യം വച്ചാണ് നടപടി. ആർട്ടിലറി റെജിമെന്റുകൾക്കുള്ള ലോയിറ്റ് മുനിഷൻ സിസ്റ്റം, ലോ ലെവൽ ലൈറ്റ് വെയ്റ്റ് റഡാറുകൾ, പിനാക്ക മൾട്ടിപ്പിൾ ലോഞ്ച് റോക്കറ്റ് സിസ്റ്റം, ഇന്ത്യൻ കരസേനയ്ക്കായുള്ള ഇന്റഗ്രേറ്റഡ് ഡ്രോൺ ഡിറ്റക്ഷൻ ആൻഡ് ഇന്റർ ഡിറ്റക്ഷൻ സിസ്റ്റം MK2 എന്നിവ വാങ്ങുന്നതിന് പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗിന്റെ അധ്യക്ഷതയിൽ ചേർന്ന ഡിഫൻസ് അക്വിസിഷൻ കൌൺസിൽ യോഗം അനുമതി നൽകി. തന്ത്രപ്രധാന ലക്ഷ്യങ്ങളിൽ കൃത്യമായി ആക്രമണം നടത്തുവാൻ കഴിയുന്നതാണ് ലോയിറ്റർ മുനിഷൻ. റീറ്റെയിൽ രംഗത്തെ ഓസ്കാർ. മലയാളിയായ V. നന്ദകുമാർ റീറ്റെയിൽ പ്രൊഫഷണൽ ഓഫ് ദി ഇയർ. മിഡിൽ ഈസ്റ്റ്, നോർത്ത് ആഫ്രിക്ക മേഖലയിലെ ഷോപ്പിംഗ് സെന്ററുകളുടെയും റീറ്റെയിൽ കേന്ദ്രങ്ങളുടെയും കൂട്ടായ്മയായ മിഡിൽ ഈസ്റ്റ് കൌൺസിൽ ഓഫ് ഷോപ്പിംഗ് സെന്റേഴ്സ് ആൻഡ് റീറ്റെയിലേഴ്സ് മിന മേഖലയിലെ റീറ്റെയിൽ പ്രൊഫഷണൽ ഓഫ് ദി ഇയർ ആയി V. നന്ദകുമാറിനെ തിരഞ്ഞെടുത്തു. ദുബായിൽ നടന്ന റീറ്റെയിൽ കോൺഗ്രസ് മിന 2025-ലായിരുന്നു പ്രഖ്യാപനം. റീറ്റെയിൽ രംഗത്തെ ഓസ്കാർ എന്നറിയപ്പെടുന്ന സുപ്രധാന അംഗീകാരമാണ് റീറ്റെയിൽ പ്രൊഫഷണൽ ഓഫ് ദി ഇയർ. ജനങ്ങളുടെ ആരോഗ്യം സംരക്ഷിക്കുവാനാണ് ഒഴിപ്പിക്കൽ നടത്തിയത്. പിണറായി വിജയൻ രാഷ്ട്രീയം കളിക്കുന്നു. DK ശിവകുമാർ. കർണാടക ബുൾഡോസർ രാജിൽ കേരള മുഖ്യമന്ത്രി പിണറായി വിജയനെ വിമർശിച്ച് കർണാടക ഉപമുഖ്യമന്ത്രി DK ശിവകുമാർ. പിണറായി വിജയൻ രാഷ്ട്രീയം കളിക്കുന്നു. ജനങ്ങളുടെ ആരോഗ്യം സംരക്ഷിക്കുവാനാണ് ഒഴിപ്പിക്കൽ നടത്തിയത്. കയ്യേറ്റക്കാരെയാണ് ഒഴിപ്പിച്ചത്. സർക്കാർ വസ്തുക്കൾ സംരക്ഷിക്കേണ്ടത് സർക്കാരിന്റെ ചുമതലയെന്നും DK ശിവകുമാർ വ്യക്തമാക്കി. പുട്ടു രുചികരമാവണമെങ്കിൽ മയിലിന്റെ പുട്ടുപൊടി തന്നെ വേണം. അതിന് ചെമ്പാപ്പുട്ടാണെങ്കിലും അങ്ങനെ തന്നെ. മയിൽ റൈസ് ആൻഡ് ഫുഡ് പ്രൊഡക്ട്സ്, ശ്രേഷ്ഠം സമ്പുഷ്ടം. ശബരിമല വിഷയം തിരിച്ചടിയായോ എന്ന് ചോദ്യം. തുറന്നു പറയുവാൻ മടിച്ച് MV ഗോവിന്ദൻ. പ്രചാരവേലകൾ കൊണ്ട് പ്രതിപക്ഷം ആഗ്രഹിച്ച ഫലമുണ്ടായില്ല. തദ്ദേശ തെരഞ്ഞെടുപ്പിൽ ശബരിമല വിഷയം LDFന് തിരിച്ചടിയായിട്ടില്ലെന്ന് CPIM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ. ശബരിമല സ്വർണ്ണക്കൊള്ള കേസുമായി ബന്ധപ്പെട്ട് UDFും BJPയും ശക്തമായ കള്ളപ്രചാരവേല നടത്തിയെങ്കിലും അവരുടെ പരിശ്രമം ഉദ്ദേശിച്ച ഫലം കണ്ടില്ലെന്ന് MV ഗോവിന്ദൻ മാധ്യമങ്ങളോട് പറഞ്ഞു. അത് ജനങ്ങളെ തെറ്റിദ്ധരിപ്പിച്ചു എങ്കിലും അവർ ആഗ്രഹിച്ച ഫലമുണ്ടാക്കിയില്ലെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. ശബരിമല തിരിച്ചടിയായോ എന്ന് തുറന്നു പറയുവാൻ മടിച്ച CPM സംസ്ഥാന സെക്രട്ടറി
പക്ഷേ തിരഞ്ഞെടുപ്പിൽ UDFും BJPയും വിശ്വാസത്തെ രാഷ്ട്രീയ നേട്ടത്തിനു വേണ്ടി ഉപയോഗിച്ചു എന്ന് തുറന്നു സമ്മതിക്കുന്നു. ശബരിമല സ്വർണ്ണക്കൊള്ള കേസിൽ A. പത്മകുമാറിന്റെയും N. വാസുവിന്റെയും പങ്കിനെ പറ്റി വ്യക്തതയില്ലാതെ സംഘടന നടപടി എടുക്കില്ലെന്നും MV ഗോവിന്ദൻ പറഞ്ഞു. മറ്റൊരു വാർത്തയുമായി കണ്ടുമുട്ടുന്നതുവരെ നന്ദി, നമസ്കാരം.